അങ്ങനെ മാർക്കോ സിനിമയിൽ നിന്നല്ല, ഡെബ്സീൻ്റെ പാട്ട് ഇറങ്ങിയത് എല്ലാവരും അറിഞ്ഞ് കാണും. മാർക്കോ സിനിമയിൽ അത് കഴിഞ്ഞ് ആ പാട്ട് സന്തോഷ് വെങ്കിനെയും കൊണ്ടും പാടിച്ചു. കാരണം എല്ലാവർക്കും അറിയായിരിക്കും ഡെബ്സീൻ്റെ പാട്ടിന് ഭയങ്കര നെഗറ്റീവുകൾ. അതെന്തുകൊണ്ടാണ് നെഗറ്റീവ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെബ്സീൻ്റെ വോക്കൽ ശരിയല്ല, ആ പാട്ടിന് ഡെബ്സീൻ്റെ വൈബ് ശരിയല്ല, അല്ലെങ്കിൽ ഡെബ്സി പറയുന്നതൊന്നും തിരിയുന്നില്ല, BGM ഒരു വഴിക്ക് പോകുന്നു, ഡെബ്സി വേറെ വഴിക്ക് പാടുന്നു. അങ്ങനത്തെ ഭയങ്കരമായ പ്രശ്നങ്ങൾ കാരണം സന്തോഷ് വെങ്കിനെ കൊണ്ട് പാടിക്കാൻ മാർക്കോ ടീം തീരുമാനിക്കുന്നു. അങ്ങനെ സന്തോഷ് വെങ്കിനെ കൊണ്ട് പാടിക്കുന്നു. അതിന് ഭയങ്കരമായ രീതിയിൽ അപ്രിസിയേഷൻ കിട്ടുന്നു. ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മാർക്കോ ടീം മാറ്റി ജനങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു. ഭയങ്കരമായ പ്രമോഷനാണ് കേട്ടോ അതൊക്കെ. അതിൻ്റെ പിന്നിൽ എന്താണെന്നൊന്നും അറിയില്ല, എന്തായാലും നല്ല പ്രമോഷനാണ് സംഭവം. ഡെബ്സിയുടെ ഭാഗത്തു നിന്നൊരു വിശദീകരണം, എക്സ്പ്ലനേഷൻ ഉണ്ടായിട്ടില്ലായിരുന്നു. പക്ഷേ ഡെബ്സി എന്താ പറയുക, ഒരു വോയിസ് ക്ലിപ്പിലൂടെ അത് പുറത്തു വിട്ടിട്ടുണ്ട്. അതൊരു വാർത്തയിലും വന്നിട്ടുണ്ട്, കേൾപ്പിച്ചു തരാം. ഡബ്സിയാണ്. പിന്നെ ഒരു ചെറിയ ഇമ്പോർട്ടന്റ് കാര്യം അപ്ഡേറ്റ് ചെയ്യണോന്ന് വിചാരിച്ചേക്ക, വേണോ വേണ്ട വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ വിചാരിച്ചു. എന്തായാലും മാർക്കോ എന്ന് പറഞ്ഞൊരു സിനിമനെ ചൊല്ലി കുറച്ചധികം പ്രശ്നങ്ങൾ ഇവിടെ ഇങ്ങനെ നടന്ന് എയറിലുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് ഇത് പറയാനുള്ള എന്താ വെച്ചാല്, ഇതിലിപ്പോ പ്രത്യേകിച്ച് ഒന്നുമില്ല. അവർക്ക് ഞാൻ ചോദിച്ച കായ് അവർക്ക് തന്ന് ഞാൻ പോയി പ്ലേ ബാക്കൊക്കെ പാടി കൊടുത്ത് പോന്നു. അതിനുശേഷം ഞാൻ അത് റിമൂവ് ചെയ്യേ, അത് വെക്കുക, അതിലൊന്നും യാതൊരുവിധ കുഴപ്പമില്ല. അതുകൊണ്ട് അവരോട് നമുക്ക് യാതൊരു വിരോധവും ഇല്ല. ഇതിന്റെ ഭാഗത്തു നിന്നുള്ളൊരു സംഭവമായിട്ട് ഞാൻ പറയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലോ അല്ലെങ്കിലോ, ഐ എം ജസ്റ്റ് എ പ്ലേ ബാക്കിംഗ് എന്നുള്ളൊരു മൂഡിൽ മാത്രമാണ് പാട്ട് ചെയ്ത്. അതിന്റെ കമ്പോസറും മറ്റേ ഇതൊന്നും ഞാനല്ല. അപ്പോൾ അതിന്റെ പോരായികകൾ തീർക്കല് ആ വ്യക്തിയുടെ, ആ സ്ഥാനത്തിരിക്കുന്ന ആളുടെ ഉത്തരവാദിത്വമാണ്. ലൈക്ക് എ ഡയറക്ടർ, ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. സോ ഇറ്റ്സ് ഇതിനെ ബാധിക്കുന്ന കേസല്ലാന്ന് പറയാണ്. ഒരു വ്യക്തികളോട് പോയിട്ട് പോലും ഒരു കൊളാബറേഷൻ ചോദിക്കേണ്ട ഒരു അവസ്ഥ ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് വന്നിട്ടില്ല. ആൻഡ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. ഞാൻ ഇത്രയും പാട്ടുകൾ ചെയ്തു, ഇതിന് സപ്പോർട്ട് ചെയ്ത് നിങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങളോട് പറയണം തോന്നി, ദാറ്റ്സ് വൈ ഐ ആം സേയിങ്. ലൈക്ക് ഞാൻ ഒരു ചെറിയ യൂറോപ്പ് യാത്രയുടെ ഇടയിലായിരുന്നു. സോ 2-3 പാട്ടുകൾ ഷൂട്ടും പരിപാടിയൊക്കെ ആയിട്ട് അതിൻ്റെ തിരക്കും. See guys, thank you so much for the support. അപ്പം ഡെബ്സി പറയുന്നത്, അവരെനിക്ക് കായ് തന്നു, ഞാനൊരു പ്ലേ ബാക്ക് പാടി, ഞാൻ തിരിച്ചു പോന്നു. അവരിനി ഇത് ഇട്ടാലും ഇല്ലേലും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. അവർ വേണമെങ്കിൽ ഇട്ടോട്ടെ, ഇല്ല ഇടണ്ട, എനിക്ക് പൈസ കിട്ടി, ഞാൻ പാട്ട് പാടി തിരിച്ചു വന്നു. അതിനകത്ത് എനിക്കൊരു പ്രശ്നമില്ല എന്നാണ് ഡെബ്സി പറയുന്നത്. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടാവില്ലേ? സോ അത് ഡെബ്സീൻ്റെ കരിയറിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറില്ലേ? അറിയില്ല. പക്ഷേ ഡെബ്സി ഇത്രത്തോളം അടിപൊളി സോങ്ങുകൾ തന്നൊരു മനുഷ്യനാണ്. ഏതൊരു പരിപാടിക്ക് എവിടെ ചെന്നാലും, ഇന്നും കൂടി ഒരു കല്യാണത്തിന് പോയി വന്നപ്പം അവിടെയും ഇട്ടതിൽ ഭൂരിഭാഗവും ഡെബ്സീൻ്റെ പാട്ടുകളാണ്. അതിനകത്തൊന്നൊരു ഇഷ്യൂ ഇല്ലാത്ത കാര്യമാണ്. പക്ഷേ ഇത്രയും പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞ് നടക്കുന്ന സിനിമയിൽ ഡെബ്സി ഒരു പാട്ട് പാടുകയും അതിന് ഇത്രത്തോളം നെഗറ്റീവ് വരികയും അത് ഡെബ്സീനെ മാറ്റി വേറൊരാളെയും കൊണ്ട് പാടിച്ചപ്പോൾ ഇത്രത്തോളം അപ്രീസിയേഷൻ കിട്ടുകയും ചെയ്തൊരു സാധനത്തിന് എനിക്ക് പൈസ തന്നു, ഞാൻ പാടി തിരിച്ചു വന്നു, ഇനി അതിനകത്ത് എന്തുണ്ടെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുകയല്ല വേണ്ടത്. പകരം അതിനകത്ത് എന്താണ് കുഴപ്പം, എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തത്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുകയും അതിനെക്കുറിച്ച് അടുത്ത ഇനിയിപ്പോൾ ഇഷ്ടംപോലെ പാട്ടുകളൊക്കെ ചെയ്യാനുള്ളൊരു വ്യക്തിയാണല്ലോ. അപ്പം ഇവിടെ വന്ന തെറ്റ് അതിനകത്ത് വരുത്താതെ നോക്കുവാണ് വേണ്ട. അല്ലാതെ എനിക്ക് പൈസ കിട്ടി, ഇനി ഞാൻ നോക്കേണ്ട കാര്യമില്ല. ഇയാൾ ഇപ്പോൾ ഈ ഒരു പാട്ട് പാടി നിർത്തുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഓക്കെ, ഇതിങ്ങനെ പ്രൊഫഷനായിട്ട് എടുത്ത് ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതിലേലും ഒരെണ്ണത്തിലൊരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തിരുത്താനുള്ള കാണിക്കണം. അതിപ്പോൾ ഒരു സിനിമാ നടനായിക്കോട്ടെ, അങ്ങനെ ഒരു സിനിമ ചെയ്ത് അങ്ങനെയുടെ അഭിനയം കൊള്ളൂരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സിനിമയിൽ വിളിക്കാൻ ആരാണെങ്കിലും കുറച്ചൊന്ന് ഇതാക്കും. അപ്പോൾ എനിക്ക് പൈസ കിട്ടി, എനിക്ക് തോന്നുന്ന പോലെ അഭിനയിക്കും എന്ന് പറഞ്ഞ് പോവല്ല വേണ്ടത്. അപ്പോൾ എന്താണെങ്കിലും കുഴപ്പമില്ല. ഡെബ്സിയൊക്കെ ഇപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വങ്ങളാണ്. അപ്പം പുള്ളിയൊക്കെ അതിപ്പോൾ ഇനി വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇനി പല പല കാര്യങ്ങളും പഠിക്കും. അപ്പോൾ പുള്ളി ഇപ്പോൾ ഏതോ വലിയ ട്രിപ്പിലാണ്. അതുകൊണ്ട് എന്താണ് ഇതിന് പ്രതികരിക്കണമോ വേണ്ടോ എന്ന ഡൗട്ടിൽ നിന്നുകൊണ്ട് പ്രതികരിച്ചൊരു കാര്യമാണ്. എന്താണെങ്കിലും കുഴപ്പമില്ല. എനിക്ക് പക്ഷേ ഡെബ്സിൻ്റെ പാട്ടൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ചിലപ്പം അടുത്ത ഏതേലൊക്കെ പാട്ട് ഈ സിനിമയിൽ തന്നെ ഉണ്ടാകും. അപ്പം വേറൊരു പോസ്റ്റ് ഇട്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ, ഇപ്പോഴും സിനിമേൻ്റെ ഭാഗം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു.
അപ്പോൾ എന്തായാലും സിനിമ ഇറങ്ങിയിട്ട് സിനിമയിൽ ഇപ്പോൾ ഈ പാട്ടുണ്ടോ അതിനകത്ത് ഇപ്പോൾ ഏതാ കൊടുത്തേക്കുന്ന അതിനെക്കുറിച്ചൊന്നും അറിയില്ല. എന്തായാലും സിനിമയിലും ഡെബ്സിൻ്റെ ഒരു പാട്ടുണ്ടാവും.